ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ഒരു കുറുമയാണ്. പനീറും സ്വീറ്റ് കോണും കൂടി കമ്പൈൻഡായിട്ട് ചെയ്യുന്ന നല്ലൊരു കുറുമയാണ്. വളരെ ഡെലീഷ്യസുമാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കൈകളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതുണ്ടാക്കാം. വെജിറ്റേറിയൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുറുമയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പനീറാണ്. ഞാനിത് 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള പനീറാണ്. പിന്നെ ഞാനിതിലേക്ക് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാമാണ്. ഇതിൻ്റെ ഹാഫ് ഞാൻ എടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. പിന്നെ ഒരു ചെറിയ മീഡിയം തക്കാളി വേണം. പിന്നെ ഒരു 3 വലിയ സവാളയാണ് വേണ്ടത്. ഇത് വലിയൊരു സവാള ആയതുകൊണ്ടാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. 3 നമ്മളുടെ നാടൻ സവാള 3 എടുക്കുക. ഇത് ഇമ്പോർട്ടഡ് സവാളയാണ്, അതുകൊണ്ടാണ് ഇത്രയും വലിപ്പമുള്ളത്. ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ വലിയ സവാളയുടെ 2 സവാളയുടെ തുല്യമാണത്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ വലുത് വേണം. അത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇഞ്ചി 2 ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇഞ്ചി കുറച്ച് മതി. പിന്നെ വെളുത്തുള്ളിയാണ് വേണ്ടത്. 2 ടീസ്പൂൺ വെളുത്തുള്ളിയും വേണം, 1 ടീസ്പൂൺ ഇഞ്ചിയും വേണം. അല്ലെങ്കിൽ ഇഞ്ചി 1/2 ടീസ്പൂൺ ചേർത്താലും മതിയാകും. ഇഞ്ചി വളരെ കുറച്ച് മതി ഈ കറിയിലേക്ക്. പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ വേണം, ഒരു ചെറിയ ക്യാപ്സിക്കം വേണം, പിന്നെ കുറച്ച് മല്ലി ഇല വേണം. പിന്നെ ഇതിലേക്ക് നമുക്ക് 3 തരം സോസ് വേണം. ഇത് ചില്ലി സോസ്, പിന്നെ ഇത് ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും നമ്മുടെ ഈ ഡിഷിന്. പിന്നെ നമുക്ക് ഇത് സോയാ സോസും വേണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ, അത് റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പിന്നെ വേണ്ടത്, ഞാനിതിനകത്ത് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇത്രയൊക്കെ വേണ്ടു, വേറെ ഒന്നും ആവശ്യമില്ല. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ പനീർ സ്വീറ്റ് കോൺ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. പാനോട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർക്കുക. റിഫൈൻഡ് ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. കൂടുതൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇടുമ്പോൾ തന്നെ ഈ പൗഡർ കരിഞ്ഞു പോകും. അതുകൊണ്ട് എണ്ണ ചൂടായി വരുന്നതോടൊപ്പം തന്നെ ഈ മുളക് പൊടി ചേർക്കുക. അപ്പോൾ ഇതിനൊപ്പം തന്നെ ചൂടാവും, കൂടുതൽ അങ്ങോട്ട് കരിഞ്ഞു പോവുകയില്ല. പൊടികളായിട്ട് നമ്മൾ ആകെ ഈ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടിയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് എണ്ണയിൽ ആദ്യം ഇതൊന്ന് കുക്ക് ചെയ്യണത്. ബാക്കിയെല്ലാം നമ്മൾ സോസാണ് ചേർക്കുന്നത്. ഈ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി 1 ടീസ്പൂൺ ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തൊന്ന് ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കുക. കൂടുതലും കൂടെ കരിയണതിന് മുന്നേ തന്നെ ഇത് ചേർക്കണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ ചെറിയൊരു തക്കാളി ഉള്ളത് ചേർക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. തക്കാളി സോഫ്റ്റ് ആകട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന
സവാള ചേർത്ത് കൊടുക്കാം. മൂന്ന് വലിയ സവാളയാണ് കേട്ടോ ഞാൻ ചോപ്പ് ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ സോയാ സോസ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാളയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോയാ സോസ് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് എടുത്ത് വെച്ചത് ചേർക്കുക. പച്ചമുളക് ഇത് എരിവ് കുറവുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത് കേട്ടോ. വലിയ പച്ചമുളകായിരുന്നു, 2 ചേർത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട്, എരിവ് കുറവുള്ളത് പച്ചമുളകാണെങ്കിൽ ഇതുപോലെ ചേർക്കുക, അല്ലെങ്കിൽ എരിവ് കൂടിയതാണെങ്കിൽ 1 ചേർത്താൽ മതിയാവും. എന്നിട്ട് ഈ സവാള ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിക്കൊടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഈ പാകമാകണം. ഈ കറിക്ക് ഈ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസിന് ഉപ്പുള്ളതാണ്, നമ്മൾ ഇനിയും സോസ് ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മളത് നോക്കിയിട്ട് മാത്രം ചേർക്കുക. നമുക്ക് അവസാനം പോരെങ്കിലും മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കും. ഇത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി സോസും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പനീർ ഫ്രൈ ചെയ്തിട്ടും ചേർക്കാം. ഞാനിതിപ്പോൾ ഡയറക്റ്റ് അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക ഗ്രേവിയുമായിട്ട്. നമുക്കിതിലേക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം സ്വീറ്റ് കോൺ നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്വീറ്റ് കോണിന് അധികം വേവില്ലാത്തതാണ്, പെട്ടെന്ന് വേവും. നമുക്ക് ഇതിനകത്തേക്ക് ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് ചെയ്യാം. ടൊമാറ്റോ സോസ് കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ ചേർക്കാം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ട വെള്ളം. കുറച്ചുകൂടി ടൊമാറ്റോ സോസ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. പനീർ കുക്ക് ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ പനീർ കല്ലിച്ചു പോകും. നേരെ തീയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ടിരിക്കും അത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഉപ്പൊക്കെ പാകണമെന്ന് നോക്കാം കേട്ടോ.
ഈ സമയത്ത്. ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ പനീറൊക്കെ വളരെ കൂടുതലായിട്ട് കല്ലിച്ച് പോകും. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണമെങ്കിൽ ഇത് വളരെ സോഫ്റ്റായിട്ടിരിക്കും. ഇപ്പം നമ്മുടെ പനീർ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് എടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എടുക്കരുത്, 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തത്. കൂടുതലെടുത്താൽ ഇത് ഈ ഡിഷ് ഭയങ്കരമായിട്ട് കുറുകി പോകും, അത് അത്ര നല്ലതല്ല. നമ്മൾ നേരിയതായിട്ട് ഒരു തിക്നെസ് വരുന്നത് വളരെ നല്ലതാണ്. കുറച്ച് ഗ്ലേസിങ് ഉണ്ടാവും. ഇത് ഇപ്പം നല്ല ഗ്ലേസിങ് ഉണ്ടാവുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. കൂടുതലല്ല, കണ്ടോ, ഇതേപോലെ ഇരിക്കണം. വളരെ കൂടുതൽ തിക്നെസ് പാടില്ല, ഇങ്ങനെ ഇരിക്കണം. കണ്ടോ, പനീറിലൊക്കെ ഒന്നും ഈ കോട്ടിംഗ് ഒന്നും പിടിച്ചിട്ടില്ല, ഇതുപോലെ ഇരിക്കണം. ഗ്രേവി മാത്രമാണ് കുറച്ച് തിക്നെസ് ഉള്ളത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് വരാതെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങളും ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണേ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ പനീർ സ്വീറ്റ് കോൺ കുറുമ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും ചോറിനൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്, വളരെ ഡെലീഷ്യസുമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.